എജുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ 100 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. എല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത്? പെരിയാർ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാർ നദിയിലാണ്. തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണമേറ്റെടുത്തത് ഏത് വർഷത്തിലായിരുന്നു? AD 1810. തിരുവിതാംകൂറിൽ ഗൗരി ലക്ഷ്മിബായി ഭരണമേറ്റെടുത്തത് AD 1810 ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റി തപസ് മജുംദാർ കമ്മിറ്റി. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 21A ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയായിരുന്നു തപസ് മജുംദാർ കമ്മിറ്റി. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പുനം കൃഷി. പുനം കൃഷിയാണ് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. ഏത് രോഗം പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്? പ്ലേഗ്. പ്ലേഗ് പടർന്നു പിടിച്ചത് കാരണമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളന വേദി പൂനെയിൽ നിന്ന് മുംബൈയിലേക്ക് മാറ്റിയത്. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകൻ? കേസരി ബാലകൃഷ്ണപിള്ള. കേരള സോക്രട്ടീസ് എന്നറിയപ്പെട്ട പ്രശസ്ത പത്രപ്രവർത്തകനാണ് കേസരി ബാലകൃഷ്ണപിള്ള. ആമസോൺ മഴക്കാടുകൾ എത്ര രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? 9. ആമസോൺ മഴക്കാടുകൾ 9 രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ച് കിടക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി ഏത് സംസ്ഥാനത്താണ്? കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ റൈസ് ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഗംഗാവതി കർണാടക സംസ്ഥാനത്തിലാണ്. ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം? ഓസിലോസ്കോപ്പ്. ഓസിലോസ്കോപ്പാണ് ശബ്ദത്തിൻ്റെ ഗ്രാഫിക് ചിത്രീകരണം നടത്തുന്ന ഉപകരണം. നീർമഹൽ ജല ഉത്സവം നടക്കുന്ന സംസ്ഥാനം? ത്രിപുര. നീർമഹൽ ജല ഉത്സവം നടക്കുന്നത് ത്രിപുര സംസ്ഥാനത്തിലാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്ന സമുദ്രം? അറ്റ്ലാന്റിക് സമുദ്രം. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാഹ ജലത്തെ ഏറ്റുവാങ്ങുന്നത് അറ്റ്ലാന്റിക് സമുദ്രമാണ്. ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? മഗ്നീഷ്യം. മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതു? ഇൽമനേറ്റും മോണോസൈറ്റും. കരിമണലിൽ നിന്ന് ലഭിക്കുന്ന പ്രധാന ധാതുക്കളാണ് ഇൽമനേറ്റും മോണോസൈറ്റും. കരീബിയൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ രാജ്യം? ക്യൂബ. കരീബിയൻ രാഷ്ട്രങ്ങൾക്കിടയിൽ ഏറ്റവും വലിയ രാജ്യമാണ് ക്യൂബ. ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്? മജ്ജയിൽ, ബോൺ മാരോ. മജ്ജയിലാണ് ശരീരത്തിൽ രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ശരീരത്തിൽ കഴുത്തിന് കീഴോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത്? സ്പൈനൽ കോഡ്. ശരീരത്തിൽ കഴുത്തിന് കീഴോട്ടുള്ള ഭാഗത്തെ റിഫ്ലക്സ് ആക്ഷൻ നിയന്ത്രിക്കുന്നത് സ്പൈനൽ കോഡാണ്. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവം? കരൾ. ശരീരത്തിൽ കടന്നുകൂടുന്ന വിഷവസ്തുക്കൾ നശിപ്പിക്കാൻ നിയുക്തമായ അവയവമാണ് കരൾ. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി? പീനിയൽ ഗ്രന്ഥി. പീനിയൽ ഗ്രന്ഥിയാണ് ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രന്ഥി. കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം? ഈയം, ലെഡ്. ഈയമാണ് കാർ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ലോഹം. കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി? ആന്ത്രസൈറ്റ്. ആന്ത്രസൈറ്റാണ് കാർബണിൻ്റെ അളവ് ഏറ്റവും കൂടുതലുള്ള കൽക്കരി.
ശാസ്ത്രീയമായ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര് ക്യൂണിക്കൾച്ചർ. ക്യൂണിക്കൾച്ചർ എന്നാണ് ശാസ്ത്രീയമായ രീതിയിൽ മുയൽ വളർത്തൽ അറിയപ്പെടുന്ന പേര്. ഏത് രാജ്യത്തെ വിവര സാങ്കേതിക സ്ഥാപനമാണ് ഗൂഗിൾ? USA. അമേരിക്കയിലെ വിവര സാങ്കേതിക സ്ഥാപനമാണ് ഗൂഗിൾ. ശിശുപാലവധം രചിച്ചത് മാഖൻ. മാഖനാണ് ശിശുപാലവധം രചിച്ചത്. കിഷൻഗഡ് പെയിന്റിംഗ് ഏത് സംസ്ഥാനത്താണ് ഉദ്ഭവിച്ചത്? രാജസ്ഥാൻ. കിഷൻഗഡ് പെയിന്റിംഗ് രാജസ്ഥാൻ സംസ്ഥാനത്തിലാണ് ഉദ്ഭവിച്ചത്. കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവി? അല്ലസാദി പെദ്ദണ്ണ. അല്ലസാനി പെദ്ദണ്ണയായിരുന്നു കൃഷ്ണദേവരായരുടെ ആസ്ഥാന കവിയായിരുന്നത്. അല്ലസാനി പെദ്ദണ്ണ. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പോർച്ചുഗീസ് സഞ്ചാരികൾ? ഡൊമിംഗോ പയസ് ഡുവാർട്ടെ ബാർബോസ. കൃഷ്ണദേവരായരുടെ കാലത്തെ വിജയനഗരത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന പോർച്ചുഗീസ് സഞ്ചാരികളാണ് ഡൊമിംഗോ പയസ് ഡുവാർട്ടെ ബാർബോസ. കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്ന് പറഞ്ഞത് ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ വാക്കുകളാണ് കടന്നുകയറ്റത്തെ തടഞ്ഞ അതേ വികാരത്തോടും ശക്തിയോടും കൂടി ഇനി നമ്മൾ സമാധാനത്തിനായി പൊരുതണം എന്നത്. കടൽ പിറകൊട്ടിയ കുട്ടുവൻ എന്നറിയപ്പെട്ട രാജാവ്? ചേരൻ ചെങ്കുട്ടവൻ. കടൽ പിറകൊട്ടിയ കുട്ടുവൻ എന്നറിയപ്പെട്ട രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. കടൽ തീരത്തിൻ്റെ നീളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിൻ്റെ സ്ഥാനം? 2ാം സ്ഥാനം. കടൽ തീരത്തിൻ്റെ നീളത്തിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആന്ധ്രാപ്രദേശിന് 2ാം സ്ഥാനവും 1ാം സ്ഥാനം ഗുജറാത്തിനുമാണ്. കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം തയ്യാറാക്കുന്ന രീതി? ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന രീതിയാണ് കടൽ ജലത്തിൽ നിന്നും ശുദ്ധജലം തയ്യാറാക്കുന്ന രീതി അറിയപ്പെടുന്നത്. കടലിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ്? ഫാദം. ഫാദം എന്ന യൂണിറ്റാണ് കടലിൻ്റെ ആഴം അളക്കുന്ന യൂണിറ്റ്. ശ്യാം നോ വരുണ ഇതിൻ്റെ ആപ്തവാക്യമാണ്. ഇന്ത്യൻ നാവികസേന. ഇന്ത്യൻ നേവിയുടെ ആപ്തവാക്യമാണ് ശ്യാം നോ വരുണ. സഫാരി വെബ് ബ്രൗസർ ഏത് കമ്പനിയുടെ ഉടമസ്ഥതയിലാണ്? ആപ്പിൾ. ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു വെബ് ബ്രൗസറാണ് സഫാരി വെബ് ബ്രൗസർ. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആരാണ്? സെക്രട്ടറി. വിവരാവകാശ നിയമപ്രകാരമുള്ള ഗ്രാമപഞ്ചായത്തിലെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ സെക്രട്ടറി ആണ്. ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം? അമോണിയ. അമോണിയയാണ് ക്ലോറിൻ വിഷബാധയ്ക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്ന വാതകം. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ചുണ്ടാകുന്ന വിഷവസ്തു? ഫോസ്ജീൻ. ക്ലോറോഫോം വായുവിൽ തുറന്നു വയ്ക്കുമ്പോൾ വിഘടിച്ച് ഉണ്ടാകുന്ന ഒരു വിഷവസ്തുവാണ് ഫോസ്ജീൻ. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമം? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. ഇന്ത്യയിൽ ജോയിന്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനുകളെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം. സർദാർ പട്ടേൽ ഇൻ്റർനാഷണൽ വിമാനത്താവളം എവിടെയാണ്? അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് സർദാർ പട്ടേൽ ഇൻ്റർനാഷണൽ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ഗവൺമെൻറ് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നേടിയത് CD ദേശ്മുഖ്. CD ദേശ്മുഖ് ആയിരുന്നു ഗവൺമെൻറ് സർവീസ് വിഭാഗത്തിൽ മഗ്സസെ അവാർഡ് 1959 ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നേടിയത്. ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത്? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് ഗവർണറുടെ അസാന്നിധ്യത്തിൽ ചുമതല നിർവഹിക്കുന്നത്. രാഷ്ട്രീയ യാചകർ എന്നറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം? മിതവാദികൾ. മിതവാദികളാണ് രാഷ്ട്രീയ യാചകർ എന്ന പേരിൽ അറിയപ്പെട്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ വിഭാഗം.
സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ റുഡ്യാർഡ് കിപ്ലിംഗ്. റുഡ്യാർഡ് കിപ്ലിംഗ് ആണ് സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യത്തെ ഇംഗ്ലീഷ് സാഹിത്യകാരൻ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ ബെർട്രാൻഡ് റസൽ. ബെർട്രാൻഡ് റസൽ ആയിരുന്നു സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ഇംഗ്ലീഷ് ഗണിതശാസ്ത്രജ്ഞൻ. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ റഷ്യൻ എഴുത്തുകാരൻ ഇവാൻ ബൂനിൻ. ഇവാൻ ബൂനിൻ ആയിരുന്നു സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ആദ്യ റഷ്യൻ എഴുത്തുകാരൻ 1933. ഗാന്ധാരകല ഏതെല്ലാം കലകളുടെ സംഗമമാണ്? ഗ്രീക്ക് ഇന്ത്യൻ. ഗ്രീക്ക് ഇന്ത്യൻ കലകളുടെ സംഗമമാണ് ഗാന്ധാരകല. ഗാന്ധിയുടെ ക്ഷണപ്രകാരം 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ഗാന്ധിജിയുടെ ക്ഷണപ്രകാരം 1912 ദക്ഷിണാഫ്രിക്ക സന്ദർശിച്ച നേതാവ്. സിഖ് മതത്തിലെ രണ്ടാമത്തെ ഗുരു അംഗദ്. ഗുരു അംഗദാണ് സിഖ് മതത്തിലെ രണ്ടാമത്തെ ഗുരു. സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം അമൃത്സറിലെ സുവർണക്ഷേത്രം. അമൃത്സറിലെ സുവർണക്ഷേത്രമാണ് സിഖുകാർ ഏറ്റവും പവിത്രമായി കണക്കാക്കുന്ന ആരാധനാലയം. സിഖുകാരുടെ ആരാധനാലയം പൊതുവെ അറിയപ്പെടുന്ന പേര് ഗുരുദ്വാര. ഗുരുദ്വാരയാണ് സിഖുകാരുടെ ആരാധനാലയം പൊതുവെ അറിയപ്പെടുന്നത്. സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത നഗരാസൂത്രണം. നഗരാസൂത്രണമായിരുന്നു സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളക്. കുരുമുളകാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലകൾ ഇടുക്കി, വയനാട്. ഇടുക്കിയും വയനാടുമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ലകൾ. ഗുജറാത്തിലെ പ്രധാന വിമാനത്താവളം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം അഹമ്മദാബാദ്. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഗുജറാത്തിലെ പ്രധാന വിമാനത്താവളം. സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത് എഡ്വേർഡ് ജെന്നർ. എഡ്വേർഡ് ജെന്നറാണ് സ്മോൾ പോക്സ് വാക്സിൻ കണ്ടുപിടിച്ചത്. സ്മാർത്ത വിചാരം എന്തിനുള്ള വിചാരണയാണ്? സദാചാര ലംഘനം. സദാചാര ലംഘനത്തിനുള്ള വിചാരണയായിരുന്നു സ്മാർത്ത വിചാരം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്റ്റ്, സ്ട്രക്ചറൽ എഞ്ചിനീയർ ആരായിരുന്നു? ഗുസ്താവ് ഈഫൽ. ഗുസ്താവ് ഈഫലാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി രൂപകൽപ്പന ചെയ്ത സ്ട്രക്ചറൽ എഞ്ചിനീയർ, ആർക്കിടെക്റ്റ്. സ്കാൻഡിനേവിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്. നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയ എന്നറിയപ്പെടുന്ന പ്രദേശത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ. സ്ത്രൈണതയ്ക്ക് കാരണമായ ഹോർമോൺ ഈസ്ട്രജൻ. ഈസ്ട്രജനാണ് സ്ത്രൈണതയ്ക്ക് കാരണമായ ഹോർമോൺ. സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റ് ഉപയോഗിച്ച് മനുഷ്യനെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം ചൈന. ചൈനയാണ് സ്വന്തമായി നിർമ്മിച്ച റോക്കറ്റ് ഉപയോഗിച്ച് മനുഷ്യനെ വിജയകരമായി ബഹിരാകാശത്ത് എത്തിച്ച ആദ്യത്തെ ഏഷ്യൻ രാജ്യം. സ്പോണ്ടിലൈറ്റിസ് ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? നട്ടെല്ല്. നട്ടെല്ലിനെയാണ് സ്പോണ്ടിലൈറ്റിസ് ബാധിക്കുന്നത്. 2011 സെൻസസ് അനുസരിച്ച് സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. 2011 സെൻസസ് അനുസരിച്ച് സ്ത്രീകൾ പുരുഷന്മാരേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകൻ ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകനാണ് ഗണപതി ഉത്സവത്തെ ജനകീയമാക്കിയ സ്വാതന്ത്ര്യ സമര നായകൻ. സാമ്പൽപൂർ നഗരം ഏത് നദിയുടെ തീരത്താണ്? മഹാനദി. ഒഡീഷയിലെ മഹാനദിയുടെ തീരത്തുള്ള നഗരമാണ് സാമ്പൽപൂർ. സംരക്ഷക പ്രഭു, ലോർഡ് പ്രൊട്ടക്ടർ എന്നറിയപ്പെട്ടത് ഒളിവർ ക്രോംവെൽ. ഒളിവർ ക്രോംവെല്ലാണ് ലോർഡ് പ്രൊട്ടക്ടർ, സംരക്ഷക പ്രഭു എന്ന പേരിൽ അറിയപ്പെട്ടത്.
സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആയിരുന്നു സംവാദ് കൗമുദി എന്ന പത്രം സ്ഥാപിച്ചത്. സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞ പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ വ്യക്തി പൈതഗോറസ്. പൈതഗോറസാണ് സംഖ്യകൾ ലോകത്തെ ഭരിക്കുന്നു എന്ന് പറഞ്ഞ പുരാതന ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ വ്യക്തി. സാഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ് കപില മഹർഷി. കപില മഹർഷിയാണ് സാഖ്യദർശനത്തിൻ്റെ ഉപജ്ഞാതാവ്. ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ് ഗംഗ, യമുന, സരസ്വതി നദികളുടെ സംഗമം. ഗംഗാ നദിയുടെ ഉദ്ഭവസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് ഗംഗോത്രി. ഗംഗോത്രിയാണ് ഗംഗാനദിയുടെ ഉദ്ഭവസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത് യമുന. യമുനയാണ് ഗംഗയുടെ പോഷക നദികളിൽ ഏറ്റവും നീളം കൂടിയത്. സംഗീതരത്നാകരം എന്ന ഗ്രന്ഥം രചിച്ചത് ശാർങ്ങദേവൻ. ശാർങ്ങദേവനാണ് സംഗീതരത്നാകരം എന്ന ഗ്രന്ഥം രചിച്ചത്. പ്ലേയിങ് ടു വിൻ ഏത് കായിക താരത്തിൻ്റെ ആത്മകഥയാണ്? സൈന നെഹ്വാൾ. സൈന നെഹ്വാളിൻ്റെ ആത്മകഥയുടെ പേരാണ് പ്ലേയിങ് ടു വിൻ. വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത ടിംബർ. ടിംബറാണ് വിവിധ ശബ്ദങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രത്യേകത. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ബോസ് സഹോദരന്മാർ ആരെല്ലാമാണ്? ശരത് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസും. ശരത് ചന്ദ്രബോസും സുഭാഷ് ചന്ദ്രബോസുമാണ് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ബോസ് സഹോദരന്മാർ. റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ ആസ്റ്ററ്റിൻ. ആസ്റ്ററ്റിനാണ് റേഡിയോ ആക്ടിവിറ്റി പ്രദർശിപ്പിക്കുന്ന ഹാലജൻ. സ്വീഡനിലെ പാർലമെൻറ്റിൻ്റെ പേര് റിക്സ്ഡാഗ്. റിക്സ്ഡാഗ് ആണ് സ്വീഡനിലെ പാർലമെൻറ്റ് അറിയപ്പെടുന്നത്. ഹിന്ദി വാക്കുകൾ കവിതകളിൽ ഉപയോഗിച്ച ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരൻ അമീർ ഖുസ്രു. അമീർ ഖുസ്രു ആയിരുന്നു ഹിന്ദി വാക്കുകൾ കവിതകളിൽ ഉപയോഗിച്ച ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരൻ. ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ വിശ്വപ്രസിദ്ധമായ കൃതികൾ രചിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ഹിന്ദു വ്യൂ ഓഫ് ലൈഫ്, ഇന്ത്യൻ ഫിലോസഫി എന്നീ വിശ്വപ്രസിദ്ധമായ കൃതികൾ രചിച്ച ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി. ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം ആലുവ. ആലുവയിലാണ് HIL ഹിന്ദുസ്ഥാൻ ഇൻസെക്ടിസൈഡ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം. ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ ഉറുദു. ഉറുദുവാണ് ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭാഷ. ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്ന വർഷം 1933. 1933 ഹിറ്റ്ലർ ജർമ്മനിയിൽ അധികാരത്തിൽ വന്നത്. ഹിറ്റ്ലറുടെയും മുസ്സോളിനിയുടെയും മരണവർഷം 1945. 1945 ഹിറ്റ്ലറുടെയും മുസ്സോളിനിയുടെയും മരണവർഷം. ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന പ്രധാന സ്ഥലം തമിഴ്നാട്ടിലെ ആവടി. തമിഴ്നാട്ടിലെ ആവടി എന്ന സ്ഥലമാണ് ഇന്ത്യയിൽ യുദ്ധ ടാങ്കുകൾ നിർമ്മിക്കുന്ന പ്രധാന സ്ഥലം. 1981 വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി മകരക്കൊയ്ത്ത്. 1981 വൈലോപ്പിള്ളിക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് മകരക്കൊയ്ത്ത്. വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ ജർമ്മൻകാരനായ വൈദ്യശാസ്ത്രജ്ഞൻ എമിൽ വോൺ ബെഹറിംഗ്. എമിൽ വോൺ ബെഹറിംഗ് ആണ് വൈദ്യശാസ്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ ജർമ്മൻകാരനായ വൈദ്യശാസ്ത്രജ്ഞൻ. വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഉപകരണം ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ ആണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ സാന്നിധ്യം അറിയാനുള്ള ഒരു ഉപകരണം. കേന്ദ്രമന്ത്രിയായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. ഡോക്ടർ ജോൺ മത്തായി ആയിരുന്നു കേന്ദ്രമന്ത്രിയായ ആദ്യത്തെ മലയാളി.
കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത് പീലിക്കോട്. കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് പഞ്ചായത്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം നേടിയ ആദ്യത്തെ പഞ്ചായത്ത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ചെമ്മീൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവലാണ് ചെമ്മീൻ. 1957 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ചെമ്മീന് ലഭിച്ചത്. കേപ്പ് കെന്നഡി ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ്? ഫ്ലോറിഡ. USA ഫ്ലോറിഡയിലാണ് കേപ്പ് കെന്നഡി ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. കേരള നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസാണ് കേരള നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വനിത. 1957 ഏപ്രിൽ 10 റോസമ്മ പുന്നൂസ് കേരള നിയമസഭയിൽ അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേരള നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ തൻ്റെ സീറ്റ് നിലനിർത്തിയ ആദ്യ വനിത റോസമ്മ പുന്നൂസ്. റോസമ്മ പുന്നൂസ് തന്നെയാണ് കേരള നിയമസഭയിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ തൻ്റെ സീറ്റ് നിലനിർത്തിയ ആദ്യത്തെ വനിത. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത KR ഗൗരിയമ്മ. KR ഗൗരിയമ്മയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാലം മന്ത്രിയായ വനിത. കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം വാഴപ്പള്ളി ശാസനം. വാഴപ്പള്ളി ശാസനമാണ് കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴയ ശാസനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. തൃശ്ശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ ഉപ്പളക്കായൽ. കാസർഗോഡ് ജില്ലയിലെ തന്നെ ഉപ്പളക്കായലാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായൽ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണിക്കായൽ. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളായണിക്കായലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരമാണ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.